सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम श्री गुरुभ्यो नमः। हरि ओम। ओम समस्त जन कल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरम्। मूकं करोति वाचालं पंगुं लंघयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। ओम वार्धाय प्रतिबोधितां भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्दधामि ഭഗവദ്ഗീതേ ഭവദ്വേഷിണി. ഒന്നൊരു പെട്ടെന്നൊരു റീക്യാപ്പ് നമ്മൾ കാണും. കണ്ടതിന് ശേഷം നമ്മൾ വിഷയത്തിലേക്ക് വരും. എന്താ റീക്യാപ്പ്? നമ്മൾ കണ്ടത് ഓരോരോ വിഷയങ്ങളായിട്ട് കാണുകയായിരുന്നു ഭഗവത്ഗീതയിൽ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്താണ്? അർജുനൻ ഭഗവാന്റെ ശിഷ്യത്വം സ്വീകരിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അർജുനൻ ഭഗവാന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ഞാൻ അങ്ങയുടെ ശിഷ്യനായി എന്ന് പറഞ്ഞു. ഗുരുപസദനം നടന്നു. അതിനുശേഷം ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങി. എന്താ ഉപദേശിച്ചത്? അർജുന, ദുഃഖിക്കാൻ അവകാശമില്ലാത്തവരെ ഓർത്ത് ദുഃഖിക്കുന്നു. എന്നിട്ടോ നീ പണ്ഡിതന്മാരെ പോലെ സംസാരിക്കുന്നു. യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്നവരെ ഓർത്തോ മരിച്ചുപോയവരെ ഓർത്തോ ദുഃഖിക്കാറില്ല. ഇതാണ് പോയിന്റ്. അപ്പം ഇതാണ് ഭഗവത്ഗീതയുടെ ബീജവാക്യം എന്ന് നമ്മൾ കണ്ടു. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ടുള്ള ചർച്ചയൊക്കെ നടത്തി. അതായത് പണ്ഡിതന്മാർ ദുഃഖിക്കാറില്ല, ദുഃഖിക്കരുത്. ഇതാണ് പോയിന്റ്. അപ്പം ഇതിനെയാണ് ഇനി ഭഗവത്ഗീതയായിട്ട് നമ്മൾ വിശദീകരിച്ച് കാണാൻ പോകുക. എന്തുകൊണ്ട് പണ്ഡിതന്മാർ ദുഃഖിക്കുന്നില്ല? അതായിരുന്നു നമ്മൾ 12ാമത്തെ ശ്ലോകത്തിൽ കണ്ടത്. അപ്പൊ അത് വളരെ ഏറ്റവും ഉയർന്ന ഒരു സ്റ്റാൻഡ് പോയിന്റിലാണ് ഭഗവാൻ സംസാരിച്ചു തുടങ്ങുക. ഏറ്റവും അബ്സല്യൂട്ട് ആയിട്ടുള്ള സ്റ്റാൻഡ് പോയിന്റ് എന്താണ്? ആത്മാവിന് മരണമില്ല എന്നല്ല, ആത്മാവിന് നാശമില്ല എന്നുള്ളതാ. എന്താ ആത്മാവെന്നൊന്നും ഇപ്പൊ ചോദിച്ചോണ്ട് വരരുത്. കാര്യം അർജുനന് ആത്മാവിനെ പറ്റിയൊക്കെ ഏതാണ്ട് ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഇനി എന്താണെന്ന് പതുക്കെ താഴോട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും. ഇവിടെ എന്താ ഭഗവാൻ പറയാ? എടാ, ഒരിക്കലും നാശിക്കാത്ത ഒരു കാര്യം നശിക്കും എന്ന് പറഞ്ഞിട്ടാണ് നീ എന്ത് ചെയ്യുക? ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് അറിയാവുന്ന ആളുകൾ, എന്തറിയാവുന്ന ആളുകൾ? ഒരിക്കലും ആത്മാവിന് നാശമില്ല എന്നറിയാവുന്ന ആളുകളെയാണ് പണ്ഡിതന്മാർ എന്ന് പറയുക. മനസ്സിലാക്കിക്കോണം എന്നാണേ. ഓക്കെ. അപ്പോ നമ്മൾ എന്ത് കണ്ടു കഴിഞ്ഞ പ്രാവശ്യം? ഒന്ന്, അർജുനന്റെ ശ്രദ്ധയെ അല്ലെങ്കിൽ അർജുനന്റെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു ബുദ്ധിയെ കൃത്യമായിട്ടൊന്ന് പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഡബിൾ നെഗറ്റീവ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ഗംഭീരമായിട്ട് ആ ഒരു ശ്ലോകത്തിനെ ഫ്രെയിം ചെയ്തു എന്നല്ല നമ്മൾ കണ്ടു. എന്താണ്? ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല എന്നതില്ല തന്നെ. അപ്പൊ ഇത് ഞാൻ പറയുന്ന സമയത്ത് ആരാണ്ടൊക്കെ എൻ്റെ അതെങ്ങനെ ഒന്നുകൂടെ പറയാൻ സമയം? 4 കാര്യങ്ങൾ എന്തൊക്കെയാത്? ഞാൻ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നില്ല എന്നതില്ല തന്നെ, നീയും ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്നതില്ല തന്നെ, ഈ രാജാക്കന്മാരും ഉണ്ടായിരുന്നില്ല എന്നതില്ല തന്നെ, അതേപോലെ നാം എപ്പോഴും എല്ലാവരും ഇനി ഉണ്ടാവുകയില്ല എന്നുള്ളതും ഇല്ല തന്നെ.
എന്താ പറഞ്ഞ ബേസിക്കലി നമ്മളെപ്പോഴും ഉണ്ടാകും, നാശം ഉണ്ടാകില്ല എന്നാണ്. ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെന്റുകളിൽ കൂടെ, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ കൂടെ നമ്മൾ വീണ്ടും 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 മനസ്സിലിട്ട് മനനം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കണം എന്താണ് ആത്മാവിന് നാശമില്ല. അപ്പൊ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞപ്പോഴാണ് ഇടയ്ക്ക് ക്യാമറയൊക്കെ പണി മുടക്കിയതൊക്കെ എന്താ അവിടെ വരെയാണ് നമ്മൾ നിർത്തിയത്. അതിനുശേഷം നമ്മൾ പിന്നെ അധികം ക്ലാസ് ആയിട്ട് എടുത്തില്ല. ഇതിൽ കൂടെ അവിടുന്ന് തുടങ്ങാം. എന്താണ് നമ്മൾ കണ്ടത്? സാധാരണ 2 പ്രധാനപ്പെട്ട ഫിസിക്സിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ഫിസിക്സ് തീരെ ഇഷ്ടമല്ലെങ്കിൽ കൂടെയും ഫിസിക്സിലെ 2 തിയറീസ് അല്ലെങ്കിൽ ഇവർ പറയുന്ന കാര്യമുണ്ട്. എന്താണ്? ലോസ്, കൺസർവേഷൻ ഓഫ് മാസും അതേപോലെ തന്നെ എനർജിയെ പറ്റി പറയുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് ഓർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറയുന്നത് പോലെ തന്നെ മാസിനെ പറ്റിയും പറയുന്നതാണ്. കൺസർവേഷൻ ഓഫ് മാസ് എന്താണ്? ദി സെയിം എമൗണ്ട് ഓഫ് മാറ്റർ എക്സിസ്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദി ചേഞ്ച്, നൺ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നല്ല നമ്മൾ അറിയാവുന്ന ഫിസിക്സ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഗൂഗിൾ ചെയ്തൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ടാണ് അന്ന് നിർത്തിയത്. എന്താണ്? ഈ ഊർജവും ദ്രവ്യവും ഉണ്ടാക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ ഈ ഊർജത്തിനെയും ദ്രവ്യത്തിനെയും അറിയുന്ന ബോധം നശിപ്പിക്കപ്പെടുമോ? അതേപോലെ തന്നെ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഒരിക്കലും എന്താണ് ഈ ബ്രഹ്മത്തിന്, ചില ആൾക്കാരൊക്കെ ഈ സയൻസുമായിട്ടൊരു കണക്ഷൻ വെക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എനർജി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വരും. ഇല്ലില്ല, ബ്രഹ്മം ഈ എനർജിക്കും മാസിനും ഉപരിയാണ്, അതീതമാണെന്ന് ആലോചിച്ചോ. അതായത് ഇവിടെ ഈ ഊർജത്തിനെയും എനർജിയും അതേപോലെ മാസും ഇതിന് രണ്ടിനും ഈ ഉണ്ടാക്കപ്പെടലും അതേപോലെ നശിക്കപ്പെടലും ഇല്ല എങ്കിൽ ഇതിനെ അറിയുന്ന ആ ബോധം, ആ ചിത്ത്, ആ ചിത്സ്വരൂപി എന്താണ്? ആ ആത്മാവ് ഏതെങ്കിലും ഒരു സമയത്ത് ഇല്ലാതാവുകയുമില്ല, ഒരു സമയത്ത് ഇല്ലാതിരുന്നിട്ടുമില്ല. അതെന്താ? നിത്യമായിരുന്നു. ആരെ പറ്റിയാ പറയുന്നേ? ആരെ പറ്റി ഇത് പറയുന്നേ? ഏതോ ഒരു ആത്മാവല്ല, എന്നെ പറ്റിയാ പറയുന്നത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, വിട്ടുകളയരുത്. എന്താണ് ഇവിടെ ശാസ്ത്രം സൂചിപ്പിക്കുന്നത്? എന്നെ പറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ആത്മാവാണ്. ഈ ശരീരമനോബുദ്ധിയുടെ ലിമിറ്റേഷനിൽ ഞാനിപ്പോ ഈ ലിമിറ്റഡ് ഇൻഡിവിജ്വൽ ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് നാശം ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഞാൻ ദുഃഖിക്കപ്പെടേണ്ടവനല്ല. ഇതാണ് താല്പര്യം. എന്തുകൊണ്ട് പണ്ഡിതന്മാർ ദുഃഖിക്കപ്പെടുന്നില്ല? അവർക്ക് ബോധ്യമുണ്ട്. എന്ത്? അവർ ഈ ശരീര മനോബുദ്ധി അല്ല. ഞാൻ വീണ്ടും 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 പറയും. കാര്യം എന്നാ? പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇത് കത്തത്തില്ല. കാര്യം ആത്മാവെന്ന് പറഞ്ഞാൽ എന്തോ വേറെന്താണ്ടൊരു സാധനമാണെന്ന് നമ്മൾ വിചാരിക്കും. മനസ്സിലായില്ലേ? അല്ലല്ല, ആത്മാവ് എന്നെ പറ്റിയാ പറയാം. ഈ എനിക്ക് നാശമില്ല, എൻ്റെ ശരീരം നശിക്കും. നമ്മൾ സാധാരണ പറയാറില്ലേ എന്താ? നമ്മുടെ ശരീരത്തിലെ സകലമാന സെല്ലുകളും ഒരു റൗണ്ട് ഒന്ന് പോയി വരാൻ എത്ര സമയം എടുക്കും? 8 വർഷം കണ്ടാണ്. അങ്ങനെ കണ്ടോ പറയുന്നത്? 7 വർഷമാണ് ഇവിടുന്ന് ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ഓക്കെ, 7 വർഷം കണ്ടാണ് 7, 8. നമ്മൾ അത് ഓരോ സെൽസിനനുസരിച്ച് വ്യത്യാസം വരും. അതായത് നമ്മൾ നാക്കിലെ സെല്ലുകളുണ്ട് ചിലത്, അത് പെട്ടെന്ന് വരും എന്നാണ്. കാര്യം നമ്മൾ ചിലപ്പോൾ ഒരു ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നാക്ക് പൊള്ളിയിട്ട് 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ ടിഷ്യൂസ് പിന്നെ വരും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരം പല തവണ മാറിയിട്ടുണ്ട്. എന്നിട്ട് എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ പണ്ടത്തെ ആള് തന്നെയാണെന്ന്? അല്ല, ശാരീരികമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്, മാനസികമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്, ബൗദ്ധികമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ഏതാ മാറിയേക്കുന്നത്? ശരീരം, മനസ്സ്, ബുദ്ധി, ഇത് മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ചിത് സ്വരൂപി, ആനന്ദസ്വരൂപി, ആ സത്സ്വരൂപി, അത് മാറ്റില്ല. അതാണ് ഞാനെന്ന് മനസ്സിലാക്കണം. ഇതറിയുന്ന പണ്ഡിതൻ ഈ മാറ്റങ്ങളിലൊന്നും ദുഃഖിക്കില്ല. ഇത് ഏറ്റവും അബ്സല്യൂട്ട് സ്റ്റാൻഡ് പോയിന്റ് ആണ്. ഇത് ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തണം എന്നില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാകണം എന്നില്ല. കാര്യം എന്നാ? നമുക്ക് ആ ഒരു മനസ്സിന് ആ ഒരു പാകത ഉണ്ടാകണം. ഇതിലേക്കാണ് ഭഗവാൻ പതുക്കെ നമ്മളെ എത്തിക്കുക. ഇവിടെ എന്താ? മരിച്ചവരെയും മരിക്കാത്തവരെയും ഓർത്ത് ദുഃഖിക്കണ്ട. കാര്യം എന്നാ? ശരീരം നശിക്കും, എന്തൊക്കെയാണ് നശിക്കും. ഇനി ഈ ലോജിക്കുകളൊക്കെ പിന്നെ വരും, പുറകെ വരും, നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ കാണും. നമ്മള് നിത്യന്മാരാണ് എന്ന് മനസ്സിലാക്കും. ദ്രവ്യസംഘാതത്തിന്റെ ഉൽപ്പത്തിയിൽ സന്തോഷിക്കുകയോ അതേപോലെ നാശത്തിൽ
ദുഃഖിക്കുകയോ ചെയ്യില്ല പണ്ഡിതന്മാർ. ദ്രവ്യസംഘാതത്തിന്റെ ഉൽപ്പത്തിയിൽ സന്തോഷിക്കുകയോ അമിതമായി സന്തോഷിക്കുകയോ അതേപോലെ തന്നെ നാശത്തിൽ ദുഃഖിക്കുകയോ ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് ആര്? നമ്മൾ പണ്ഡിതന്മാരാണോ? അല്ല. നമ്മൾ ചെറിയ 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 കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും ചെറിയ 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 കാര്യങ്ങളിൽ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയും. യഥാർത്ഥ പണ്ഡിതൻ എന്താണ്? ഈ ലോകത്തിനെ കൃത്യമായി നോക്കിക്കണ്ടുപോകുന്ന ആളാണ്. ഇനി ജനിക്കില്ല എന്നതല്ല ഞങ്ങളുടെ പ്രശ്നം. ഇനി മരിച്ചാലോ? ഇല്ലില്ലില്ല. ന ഭവിഷ്യാമഹ എന്നത് ആ പ്രധ്വംസഭാവനെ ഇല്ലാതെയാക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പ്രാക്കഭാവ എന്ന് പറഞ്ഞൊരു കാര്യത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. ഇത് പ്രധ്വംസഭ. എന്താ പ്രാക്കഭാവ? ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകുന്നതിന് മുമ്പുള്ള അഭാവം. അന്ന് ഉദാഹരണം എടുത്തത് ഫോണിന്റെ ആയിരുന്നു. എന്തായിരുന്നു? ഈ ഫോൺ ഉണ്ടാകുന്നതിന് മുമ്പ് 2022 മുമ്പ് ഈ ഫോൺ ഇല്ലാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഫോൺ കുറെ നാൾ കഴിഞ്ഞ് നശിച്ചു കഴിയുമ്പോൾ ഈ ഫോൺ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അങ്ങനത്തെ ഒരു അവസ്ഥ ആത്മാവിന് ഇല്ല. കാര്യം ആത്മാവ് പ്രാക്കഭാവയ്ക്കും പ്രധ്വംസഭാവയ്ക്കും അതീതമാണ്, എപ്പോഴുമുണ്ട്, നിത്യമാണ് എന്ന് താല്പര്യം. ഇനി വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിച്ചു നോക്കാവേ. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ സംശയം വരാം. ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇതിന്റെ സമ്മറി? എന്താണ്? ഞാൻ എന്നും ഉണ്ട് എന്നതാണ് ഇതിന്റെ സമ്മറി. എല്ലാ കാലത്തും ഞാനുണ്ട്. ഇവിടെ ഞാൻ ആരാണെന്നാണ് ഡിഫൈൻ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ആ ചോദ്യത്തിന് ഇത്രയും വെയിറ്റ്. എന്താ? നീ ആരാണെന്നറിയൂ എന്നല്ലേ നമ്മൾ പറയത്തില്ലേ? ഞാൻ ആരാണെന്ന് തനിക്കറിയാൻ മേലെങ്കിൽ എന്ന് പപ്പു തമാശയ്ക്ക് പറഞ്ഞാൽ കൂടെയും നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ നീ ആര് അല്ലെങ്കിൽ ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിന് ഇത്രയും വെയിറ്റ് വരാനുള്ള കാരണം എന്താണ്? പലപ്പോഴും ഞാൻ എന്നെ തെറ്റിദ്ധരിച്ചാണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഡബിളാണത്. തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാൻ ആരാണെന്നുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഞാൻ എന്നുമുണ്ട് എന്നതാണ് സമ്മറി. ഞാൻ എന്നതുകൊണ്ട് ഈ ശരീരമാണോ? അല്ല എന്ന് മനസ്സിലാക്കണം. മനസ്സാണോ? അല്ല എന്ന് മനസ്സിലാക്കണം. ബുദ്ധിയാണോ? അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മുടെ കൺസെപ്റ്റ് വെച്ചിട്ട്, ഭാരതീയരുടെ കൺസെപ്റ്റ് വെച്ചിട്ട്, വേദാന്തികളുടെ കൺസെപ്റ്റ് ഇതിനാണ് എന്താണ്? ലോകത്തിന് രണ്ട് ഭാവം. എന്തൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന? ശിവശക്തി. ശിവശക്തി. ചിലയിടത്ത് എന്താണ്? പ്രകൃതി പുരുഷ എന്നെല്ലാം പറയും. ചിലയിടത്ത് പ്രകൃതി പുരുഷൻ എന്ന് പറയും, ചിലയിടത്ത് ശിവശക്തി എന്ന് പറയും. അല്ലെങ്കിൽ ആരോ വീഡിയോ ഓൺ ചെയ്ത് അല്ല ഓഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെയോ ചിത്ത് ചേതന ചൈതന്യം എന്ന് പറയുന്നത് ഒരു സൈഡും, അതായത് ശിവം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ എന്താ പ്രകൃതി പുരുഷൻ എന്ന് പറയുന്നത് എന്താണ്? ചിത്ത് ചേതന ചൈതന്യം എന്ന് നമ്മൾ പറയും ഒരു സൈഡ്. അതായത് ആ സെൻഷ്യന്റ് ആയിട്ടുള്ളത്. പിന്നെയോ ഇതിന്റെ അപ്പുറത്തൊരു സംഭവം ഉണ്ട്. എന്താണ്? ജഡം. ജഡമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി അല്ലെങ്കിൽ ശക്തി ഇത്യാദി കാര്യം. ഇതിന് രണ്ടിനും കൂടെ ചേർന്നിട്ടാണ് ഈ എൻ്റയർ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നെല്ലാം നമ്മൾ 7ാം അധ്യായമൊക്കെ വരുന്ന സമയത്ത് പഠിക്കും. ആ സമയത്ത് നമ്മൾ ഒന്നുകൂടെ ആ വിഷയത്തിനെ കൈകാര്യം ചെയ്യും. ഓക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എനർജി ആയിക്കോട്ടെ മാറ്റർ ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ, ഒരിക്കലും നശിക്കാത്ത അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ആ എനർജി ആയിക്കോട്ടെ മാറ്റർ ആയിക്കോട്ടെ, അതുപോലും ഈ ജഡത്തിന്റെ ഭാഗത്താണ് വരിക, ജഡത്തിന്റെ സൈഡിലാണ് വരിക. കാര്യം എന്താ? കാര്യം എനർജിക്ക് സ്വയം ബോധമില്ല. എനർജിക്ക് സ്വയം ബോധമില്ല. ചിന്തിക്കുന്നുണ്ട് നമ്മൾ ചിന്തിക്കാൻ എന്നത് ബോധമുണ്ടോ? ഇല്ല. അറിയാനുള്ള കഴിവില്ല. രണ്ട്, എനർജി വേറെ ആയിട്ട് മാറുന്നു. ഇവിടെ ഈ ആത്മാവ് നിത്യമാണ്, അതിന് വേറെ വികാരങ്ങളൊന്നുമില്ല, അതിന് സ്വരൂപിക്കുകയാണ്. ആലോചിച്ച് നോക്ക്. ഇത് കിട്ടിയില്ല എങ്കിൽ പിന്നെ ആലോചിക്കാം. ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഇത് ചിലപ്പോൾ ക്ലിയർ ആകും. എന്താ ഞാൻ പറയുന്നത്? ഞാൻ ഒരു മാറ്റവും ഇല്ലാത്തവനാണ്. മാറ്റമില്ലാത്തവനാണെന്ന് പറഞ്ഞാൽ എന്താണ്? നാശമില്ലാത്തവനാണ്. ഞാൻ ഒരിക്കലും ഇത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാം? പറയുന്ന ഒരു കാര്യം ശാസ്ത്രം പറയും, ആദാവന്തേജയത് നാസ്തി വർത്തമാനേപി തത്തഥ. അതായത് ആദ്യവും അവസാനവും ഇല്ല എങ്കിൽ ഇടയ്ക്കും യഥാർത്ഥത്തിൽ ഇല്ല എന്നാണ്. അപ്പം ഈ ദ്രവ്യത്തിന് ഒരു ആദ്യവും ഇടയ്ക്കില്ല, അതുകൊണ്ട് തന്നെ ഇടയ്ക്കും ഇല്ല എന്ന് ഓർത്തോണം.
ഈ ആത്മാവ് എന്താണ്? അതാവന്തേ യത് അസ്തി വർത്തമാനേ തദസ്തി. ആത്മാവ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഉള്ളതാണ്. എനിക്കിത് മനസ്സിലായില്ല കേട്ടോ, എനിക്കൊന്ന് വൃത്തിയായിട്ടൊന്ന് പറഞ്ഞു തരാമോ? ഭഗവാൻ അടുത്ത ശ്ലോകം, അടുത്ത ശ്ലോകം വേണമെങ്കിൽ ഇങ്ങനല്ല, ഞാൻ ഇതിനു വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇങ്ങനെ ആത്മാവ് നിത്യനായതിന് ഉദാഹരണം വല്ലതും ഉണ്ടോ? എനിക്ക് കാര്യത്തിന് നമ്മൾ ഈ ഉദാഹരണത്തിന് വെക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ പോയിന്റ് എന്താണ്? ആത്മാവിന് നാശമില്ല. ആത്മാവിന് നാശമില്ല എന്നറിയുന്ന ആൾക്കാർ ദുഃഖിക്കില്ല. അർജുന, നീ ദുഃഖിക്കണ്ട. ഇതാണ് പോയിന്റ്. ഇത് എപ്പോഴും ഓർത്തോണ്ടേയിരിക്കണം. ഇതിന് നിങ്ങൾ ഈ പറഞ്ഞ പ്രാപ്കഭാവ, പ്രതിധ്വംസഭാവ, ആത്മാവിന് ഇങ്ങനെ കുറെ എനിക്ക് മനസ്സിലാകാത്ത കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ, ഇത് എനിക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്തെങ്കിലും ഉദാഹരണ സഹിതമോ അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായിട്ട് തട്ടിച്ച് പറയാൻ പറ്റും. ചോദ്യം വളരെ ന്യായമാണ്. ഭഗവാൻ 13ാമത്തെ ശ്ലോകത്തിൽ പറയും, ദേഹിനോസ്മിൻ യഥാ ദേഹേ കൗമാരം യൗവനം ജര തഥാ ദേഹാന്തരപ്രാപ്തി ധീരസ്തത്ര മുഖ്യതി. എന്താണ്? ദേഹിനഃ, ദേഹാഭിമാനിയായ ജീവൻ, അസ്മിൻ ദേഹേ, ഈ ശരീരത്തിൽ, യഥാ കൗമാരം, എപ്രകാരമാണോ കൗമാരം, യൗവനം ജര, യൗവനവും ജരയും, തഥാ ദേഹാന്തരപ്രാപ്തി, അപ്രകാരമാണ് അന്യശരീരപ്രാപ്തിയും, തത്ര ധീരഃ ന മുഹ്യതി, അതിൽ ധീരൻ വിവേകി പരിഭ്രമിക്കുന്നില്ല. എന്താ പറഞ്ഞേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ആ ഒരു ഏടിനെയാണ് എടുത്തു വെച്ചിരിക്കുക. എന്താണ്? ദേഹി, ആർക്കാണോ ഈ ദേഹമുള്ളത്, ദേഹിക്കാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഈ കൗമാരവും യൗവനവും വാർദ്ധക്യവും ഒക്കെ അറിയാൻ പറ്റുക. വേറെ ആരെങ്കിലും ആണോ നമ്മള് പണ്ട് ചെറുപ്പമായിരുന്നു എന്നും ഇപ്പൊ ദേ താടിയൊക്കെ നരച്ചിട്ടുണ്ട് എന്നും ഇനി കുറച്ച് കഴിയുമ്പോൾ കുറെ കൂടെ വയസ്സാവുന്നല്ല അറിയുന്ന? ആരാ അറിയുന്നത്? നമ്മളെന്താണ്? ഇനി ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത് വീട്ടിലിരുന്ന്, നിങ്ങളെല്ലാവരും വീട്ടിലാണ് ഇരിക്കുന്നത്, കാരണം ഹോംവർക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് അവിടെ ഇരുന്ന് തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ചെയ്യേണ്ട ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അതായത് നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ഈ ശരീരത്തിനെയോ മനസ്സിനെയോ ബുദ്ധിയോ നോക്കാതെ ഞാൻ മാറിയതായിട്ടുള്ളൊരു ഫീലിംഗ് വരാറുണ്ട്. ആരും തല ഉലിക്കൊന്നും തരുമൊന്നും വേണം. എന്താ പറഞ്ഞ ഒന്നും പറയാം. അതായത് ഞാൻ 1ാം ക്ലാസ്സിൽ ഞാൻ എന്നുള്ള ഒരു ഭാവത്തിനും ഇപ്പോഴുള്ള ആ ഭാവത്തിനും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ബോധത്തിന്റെ രീതിയിലാണ് ഞാൻ ചോദിക്കുന്നത്. 1ാം ക്ലാസ്സിലുള്ള എനിക്ക് ഇത്രയും ശക്തിയൊന്നും ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, എനിക്ക് ഇത്രയും കാര്യങ്ങളൊന്നും ചിലപ്പോൾ അറിയണം എന്നില്ലായിരിക്കും. പക്ഷെ അന്നുണ്ടായിരുന്ന ഞാനെന്നുള്ള ഒരു ഫീലിങ്ങിനും ഇപ്പോഴുള്ള ഞാനെന്നുള്ള ഒരു ആ ഫീലിങ്ങിനും എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആലോചിച്ചാൽ മതി. ഇപ്പൊ തലവലിക്ക് തന്നെ. അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം. ബാല്യം നശിച്ചു എന്നതുകൊണ്ട് ഞാൻ നശിച്ചോ? ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കില്ല. 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലെല്ലാം പഠിച്ചോണ്ടിരുന്ന എന്റെ ബാല്യകാലം നശിച്ചു എന്നെല്ലാം പറഞ്ഞ് നൊസ്റ്റാൾജി അടിച്ച് നമ്മൾ ചിലപ്പോൾ കരയാറൊക്കെ ഉണ്ടായിരിക്കും ചില ആൾക്കാരൊക്കെ. ഓക്കെ, അതല്ലാതെ ബാല്യം നശിച്ചു എന്നുള്ളത് കൊണ്ട് ഞാൻ നശിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം നശിച്ചു എന്നല്ല ഞാൻ ഈ ചോദിക്കുന്നത്. അതിന്റെ ഇതിനെയൊക്കെ അറിയുന്ന ആ ബോധം നശിച്ചു? ഇല്ല. ആ ബാല്യത്തിനെ വളരെ വൃത്തിയായിട്ട് കണ്ടു, കൗമാരത്തിനെ യൗവനത്തിനെയൊക്കെ വൃത്തിയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. ഓക്കെ, യൗവനം ജനിച്ചു എന്നതുകൊണ്ട് പുതുതായിട്ട് ഞാൻ എന്തെങ്കിലും ജനിച്ചോ? ഇല്ല. ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയല്ലേ നടക്കുന്നത്. ആലോചിച്ച് നോക്കണേ. ഹോംവർക്കാണ്. ഇവിടെ ഭഗവാൻ പറയാണ് പരസ്പര വിരുദ്ധമായിട്ടുള്ള ഒരു ഈ അവസ്ഥയെ, ഏതവസ്ഥയാണ്? കൗമാരം യൗവനം ജര, ഇത് പരസ്പര വിരുദ്ധങ്ങളാണ്. ഈ അവസ്ഥയെ അറിയുന്നുണ്ട്. ഇത് ദേഹത്തിൻ്റെതാണ്. പ്രായമായിട്ടുള്ള തോന്നല് ശരീരത്തിന് പ്രായമായി. എന്നിട്ട് ചില ആൾക്കാർ പറഞ്ഞില്ലേ, എന്റെ മനസ്സ് ഇപ്പോഴും യുവാവാണെന്നെല്ലാം പറയും. യുവാവല്ല, പണ്ട് നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് മനസ്സിലും ചിലപ്പോൾ പ്രായമാകും, പക്ഷെ ആ ബോധം അതേപോലെ തന്നെയാണ് വീണ്ടും നാലിച്ചു. ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇതേപോലെയാണ് 1ാം ക്ലാസ്സിലെ ഞാൻ എന്ന് പറയുന്ന ആ ബോധത്തിന് ഇപ്പോഴെനിക്ക് മാറ്റമുണ്ടോ? മനസ്സിന് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും, ബുദ്ധിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഇപ്പം മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ പിന്നെ എനിക്ക് ഈ ദുഃഖമൊക്കെ വരുന്ന എന്താണ്? എൻ്റെ ശോകമോഹങ്ങളൊക്കെ എൻ്റെ ശരീര അഭിമാനം കാരണമാണ്. മുടിയില്ല, ആൾക്കാരെന്നെ കളിയാക്കുമോ? മനസ്സിലായില്ലേ?
ശരീരവുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതല്ലെങ്കിലോ ഞാൻ പറയുന്നതിനെ ആൾക്കാർ പുച്ഛിക്കുവോ, എൻ്റെ മനസ്സല്ലെങ്കിൽ ആ ബൗദ്ധിക നിലവാരത്തിനെ ഓർത്തിട്ടുള്ള എൻ്റെ ഒട്ടലുണ്ട്. എൻ്റെ ദുഃഖങ്ങൾക്ക്, എൻ്റെ ഡെല്യൂഷൻ, എൻ്റെ മോഹത്തിനൊക്കെ കാരണം എന്താണ്? എൻ്റെ മിഥ്യാപ്രവത്തിനൊക്കെ കാരണം എന്താണ്? എൻ്റെ ശരീരാഭിമാനമാണ്. ഞാൻ ശരീരമല്ല എന്ന് ബോധ്യമുള്ള ആളുകൾക്ക് അവർക്കൊരു ദുഃഖവും ഉണ്ടാവില്ല. പണ്ഡിതന്മാർക്ക് ദുഃഖിക്കില്ല. കാര്യം എന്നാ? അവർക്ക് ആ ശരീരാഭിമാന ബോധമില്ല. അതിൻ്റെ അർത്ഥം ശരീരമില്ല ഇങ്ങനെ നടക്കാന്നല്ല. ദൈവത്തെ ഓർത്ത് അങ്ങനെ വിചാരിക്കും. ഇതിന് വേണ്ടി നമ്മൾ ആലോചിച്ചു. സാധാരണ ആചാര്യന്മാർ പറയും, നമ്മൾ എത്ര സമയമാണ്, സാധാരണ ആൾക്കാർ എല്ലാവരും എത്ര നേരം കണ്ണാടിയുടെ ഫ്രണ്ടിൽ ഒരുങ്ങാന്ന് നിൽക്കാതെ? അങ്ങനൊന്നും ഇല്ലെന്നാണ്. അല്ലല്ല, നമ്മളെ ബാക്കിയുള്ളവരുടെ മുമ്പിൽ വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യണം. ആവശ്യം എത്രത്തോളം സമയം അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കുന്നു എന്നുള്ള വേറൊരു കാര്യമാണ്. ഇനി ഒരു ചോദ്യം എന്താ വെച്ചാൽ, അതാണോ യഥാർത്ഥത്തിൽ ഞാൻ എന്നുള്ളതിലൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞ സൗന്ദര്യത്തിൻ്റെ ആ ഒരൊറ്റ ആസ്പെക്ട് മാത്രമാണ്. ഇത് മാത്രമല്ല, ഞാനൊരു ഉത്തരം പറഞ്ഞത് തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നാശം ഉണ്ടാവുമോ? ഇല്ല. എനിക്കിപ്പോ ഒരു ഭാഷ അറിയില്ല, എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ല, അത് വലിയ കുറവാണ്. ചില ആൾക്കാർക്ക് അത് കോംപ്ലക്സാ. ഇതിലല്ലേ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുന്ന നല്ല കാര്യം, പക്ഷെ ഞാൻ അതിൽ ലിമിറ്റഡ് ആവുകയാണ്. എനിക്ക് പൊക്ക കുറവാണ്, ലിമിറ്റഡ് ആവുകയാണ്. നമ്മൾ അങ്ങനെ പല ലിമിറ്റേഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഈ ലിമിറ്റേഷൻസിനൊക്കെ അപ്പുറമാണ് എന്നത് മനസ്സിലാക്കണം. ഇതാണ് ഇതിന്റെ താല്പര്യം. ഇതാണ്, ഞാൻ ഒരു തരത്തിലും ലിമിറ്റഡ് അല്ല, ഞാൻ സ്വതന്ത്രനാണ്, ഞാൻ സന്തോഷിക്കേണ്ടവനാണ്, സന്തോഷവാനാണ് എന്നത് അറിയണം. ആവാമേ ഇങ്ങനൊക്കെ നിങ്ങൾക്ക് പറയാം, ജീവിക്കുന്നത് ഞങ്ങളാ. അതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തില് ഏറ്റവും കൃത്യമായിട്ട് ഇതിനേക്കാൾ മികച്ചൊരു ഉപദേശം വ്യാവഹാരിക ജീവിതത്തിൽ ജീവിക്കാൻ ഞാൻ കണ്ടിട്ടില്ല. ഗംഭീരായിട്ടുള്ള ഉപദേശമാണ്. എന്താണ്? വ്യാവഹാരിക തലത്തിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വട്ടാന്ന് പറയാൻ ചില സമയത്ത് നമ്മൾ പറയാറില്ല, ഈ പറഞ്ഞ കണക്ക് സ്വാമിക്ക് വിശക്കും. ഏത് സ്വാമിക്ക്? ഈ സ്വാമി അത് ഞാനെന്ന് പറയാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഐറ്റം എടുത്തോണ്ട് വരും. ഇല്ല, അതൊക്കെ ചില ആൾക്കാരുടെ രീതിയായിരിക്കാം. പക്ഷെ വ്യാവഹാരിക തലത്തിൽ നമ്മളെല്ലാവരും വ്യാവഹാരിക ലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മള് ഇവിടെ എങ്ങനെ ജീവിക്കണം വളരെ കൃത്യമായിട്ടുള്ള ഉപദേശമാണ്. ചിലപ്പോൾ ഈ ഒരു ശ്ലോകം മാത്രം മതിയായിരിക്കും നമുക്ക് മാസ്റ്റർ ലൈഫ് എന്നെല്ലാം പറയുന്ന ടോപ്പിക്കിനെ ഒരു മണിക്കൂറത്തെ ഒരു പ്രഭാഷണത്തിനൊക്കെ ഇത് മാത്രം മതിയായിരിക്കും. അങ്ങനത്തെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ്. എന്താണത്? 14ാമത്തെ ശ്ലോകം. മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖദാഃ ആഗമാപായിനോ നിത്യാഃ താം തിതിക്ഷസ്വ ഭാരത. എന്താണ്? കൗന്ദേയ, അർജുന, എന്താണ്? മാത്രാസ്പർശാസ്തു ഹൂതു, ഇന്ദ്രിയ വിഷയബന്ധങ്ങളാവട്ടെ, ശീതോഷ്ണ സുഖ ദുഃഖദ, ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ ഉണ്ടാക്കുന്നവയും, ആഗമാപായിനഃ, വന്നും പോയിക്കൊണ്ടിരിക്കുന്നതും, അനിത്യാഹ, അസ്ഥിരങ്ങളുമാകുന്നു. ഭാരത, അർജുന, താം തിതിക്ഷസ്വ, അവയെ സഹിച്ചാൽ. ഇതാണ് ഇന്ന് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇതാണ്, ഞാൻ ആത്മാവാണ് എന്ന് എനിക്കിപ്പോ ബോധ്യം ഉണ്ടായി കാണത്തില്ല. ശാസ്ത്രം പറയുന്നുണ്ട്, ഓക്കെ ഞാൻ ആത്മാവാണ്, ഞാൻ നശിക്കത്തില്ല. ഇത് പ്രാക്കഭാവയോ പ്രധ്വംസവയോ ഇതൊന്നും ഇല്ല എന്നല്ലേ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെ ജീവിക്കണം? ജീവിക്കേണ്ടതാണ് ഈ പറയുന്നത്. എന്താണ്? ഞാൻ എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അല്ലാതെ ഇവിടെ ഒരു ഉപദേശമല്ല. പിന്നെന്താ, നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ട ഇങ്ങനെ ആയതുകൊണ്ട്. എന്താണ്? നമ്മളുടെ മനസ്സ് പോലെയാണ്, ശ്രദ്ധിച്ചോണേ, നമ്മുടെ മനസ്സ് പോലെയാണ് നമ്മൾ കാണുന്ന ലോകം. എന്താ നിങ്ങൾ പറയൂ. നമ്മുടെ മനസ്സ് പോലെയാണ് നമ്മൾ കാണുന്ന ലോകം. ഇത് നമ്മുടെ മനസ്സ് ഇങ്ങനാണെങ്കിൽ ലോകം അത് കണക്കായിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ടാണ് ശാന്തമായിട്ടുള്ളൊരു മനസ്സ് വേണം എന്ന് പറയാം. അനേവ മനുഷ്യാണ് കാരണം ബന്ധമോക്ഷയോഹോ, ബന്ധത്തിനും മോക്ഷത്തിനും ഒക്കെ കാരണം എന്താണ്? മനസ്സാണ്. അപ്പൊ ശാന്തമായിട്ടുള്ളൊരു മനസ്സുണ്ടെങ്കിൽ ഈ ലോകത്തെ എല്ലാം ശാന്തമായിട്ട് കാണും.
മനസ്സ് വളരെ പ്രക്ഷുബ്ധമായിട്ടാണെങ്കിൽ ഈ ലോകവും അതിനനുസരിച്ച് പ്രക്ഷുബ്ധമായിരിക്കും. അപ്പം നമ്മുടെ മനസ്സ് പോലെയാണ് നാം കാണുന്ന ലോകം എന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ലോകത്തിനോട് ഇടപെടാൻ. ഒന്നാമത്തെ. രണ്ട്, പ്രശ്നങ്ങൾ വന്നാൽ നാം അതിൽ നിന്ന് ഓടാൻ തുടങ്ങുകയാണെന്ന് വെച്ചു. ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വന്നാൽ, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഓടാൻ തുടങ്ങുകയാണെങ്കിൽ ഓട്ടം മാത്രമേ മിച്ചം കിട്ടൂ. കാര്യം എന്നാ, എൻ്റെ മനസ്സാണ് എൻ്റെ മുമ്പിൽ ലോകത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ മനസ്സ് മാറുന്നില്ലേ? ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നേ ഉള്ളൂ. ഞാനൊരു ഓഫീസിൽ ജോയിൻ ചെയ്തു. ആ ഓഫീസിൽ എന്താണ്, ആൾക്കാർക്ക് ആർക്കും എന്നെ ഇഷ്ടമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടതാ ഞാൻ ആ ഓഫീസ് അങ്ങ് മാറ്റി. അടുത്ത ഓഫീസിൽ ചെല്ലുമ്പോഴും എനിക്ക് ഫീലിംഗ് എന്താണ്, അവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്ന്. മനസ്സിലായില്ലേ? ചില ആൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായി. കാര്യം എന്നാ, കാര്യം നമ്മൾ മാറുന്നില്ല. നമ്മുടെ മുമ്പിൽ വരുന്ന സിറ്റുവേഷൻസിനെ മാറ്റാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കാരണം സിറ്റുവേഷൻ പ്രശ്നമായി കണ്ട നമ്മുടെ മനസ്സ് മാറിയിട്ടില്ല, ഇതിനെ അനുഭവിക്കുന്ന സ്ഥലം മാത്രമേ മാറിയിട്ടുള്ളൂ. നമ്മൾ മാറാത്തിടത്തോളം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സ് മാറാത്തിടത്തോളം കാലം പുതിയിടത്ത് നിന്നാൽ നമ്മൾ പുതിയൊരു പ്രശ്നത്തിനുണ്ടാക്കും. പ്രശ്നം പുതിയ രൂപത്തിൽ വരും. ചെയ്യേണ്ട എന്താണ്? പ്രശ്നങ്ങളെ നേരിടാൻ മനസ്സിനെ പഠിപ്പിക്കും. ഇത് ഇത്ര വലിയ സംഭവമാണ്. സംഭവമല്ല, നമ്മൾ കൊച്ചിലെ മുകളിൽ കേൾക്കുന്ന. പക്ഷെ നമ്മൾ ആരെങ്കിലും ഇത് ചെയ്യുവോ? അത് ചെയ്യില്ല, അത് നമ്മൾ ചെയ്യത്തില്ല. പക്ഷെ നമ്മളിത് കൊച്ചിലെ മുകളിൽ കേട്ടിട്ടുണ്ട് ഇല്ലേ? ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കെങ്കിലും ഇതൊരു പുതിയ സംഭവമാണോ? പക്ഷെ ഏറ്റവും കൃത്യമായിട്ട് ഭഗവാൻ അർജുനന് ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. അതിനേക്കാൾ ഉപരി ശാസ്ത്രം നമ്മളോട് പറയുന്നതാണ് ഫേസ് ഇറ്റ്. ഫേസ് ഇറ്റ്. സ്പീഡ് പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ സ്പീഡിനെ ഫേസ് ചെയ്യും. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതാണ് ഫേസ് ലൈഫ് മേക്ക് ലൈഫ്. ഫേസ് ലൈഫ് മേക്ക് ലൈഫ്. ജീവിതത്തിനെ നേരിട്ട് കൊണ്ട് വേണം നമ്മൾ ജീവിതത്തിനെ കരുപിടിപ്പിക്കാൻ. അല്ലാതെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോയിട്ട് നമുക്ക് ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ഫേസ് ഇറ്റ്. ഫേസ് ലൈഫ് മേക്ക് ലൈഫ്. വിവേകാനന്ദയുടെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിനെ കുരങ്ങന്മാരിട്ട് ഓടിക്കുന്ന കേട്ടിട്ടില്ലേ കഥ? സ്വാമി വിവേകാനന്ദയുടെ ഒരു കഥ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. കുഞ്ഞായിരുന്ന സമയത്ത്, കുഞ്ഞെന്ന് വെച്ചാൽ 5-ലും 6-ലും കണ്ട പഠിക്കുന്ന സമയത്ത് കണ്ടാണെന്ന് തോന്നുന്നു, ഇദ്ദേഹം അമ്പലത്തിൽ പോകുന്ന വഴിക്കോ റോഡിൽ കൂടെ പോകുന്ന വഴിക്കോ അമ്പലപ്പറമ്പിലെ കുരങ്ങന്മാർ ഇദ്ദേഹത്തിനെ ഇട്ട് ഓടിച്ചു. ഇദ്ദേഹം ഓടി, ഈ കുരങ്ങന്മാർ പുറകെ ഓടി പിടിയാണ്. ആ സമയത്ത് അവിടെ ആൽത്തറയിൽ ഇരുന്ന ഒരു സന്യാസിയോ സാധു ആരാണ്ട് പറഞ്ഞു, തിരിഞ്ഞു നിൽക്കാൻ പറഞ്ഞു, നേരിടാൻ പറഞ്ഞു. അത് കേട്ടിട്ട് പെട്ടെന്ന് ഇദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് ഇതിനെ ഇങ്ങനെ നോക്കിയെന്നാണ്. കുരങ്ങന്മാര് പേടിച്ചു പോയി. ഇപ്പോഴത്തെ കുരങ്ങന്മാരെ ചിലപ്പോൾ നമ്മളെ പാമ്പുമായിരിക്കും, അതിൽ പേർക്ക് കൂടുതൽ പിടിക്കണ്ട. പക്ഷെ ആലോചിച്ച് നോക്കൂ, നമ്മൾ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകാൻ തുടങ്ങുകയാണെങ്കിൽ എവിടം വരെ നമ്മൾ ഓടും? എവിടം വരെ? ഇവിടെ പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? അത് ക്യാമറ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ക്യാമറ അടച്ചു വെച്ചേക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട് പ്രശ്നം. ഈ പ്രശ്നത്തിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും ഇത് പിന്നെ പ്രശ്നമാകാതിരിക്കുന്നത്. നമ്മൾ ഈ പ്രശ്നത്തിനെ ഒഴിവാക്കിയിട്ട് ഓടാൻ തുടങ്ങിയാലോ ഇത് വേറൊരു പ്രശ്നമായിട്ട് വരും. കൃത്യമായിട്ട് നമ്മൾ അഡ്രസ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം വലുതാവും. ഇവിടെ ഭഗവാൻ പറയാണ്, എന്താണ് ജീവിതം? നമ്മുടെ മുമ്പിൽ വരുന്ന സിറ്റുവേഷനെ നാം എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണല്ലോ ജീവിതം. ജീവിതം എന്ന് പറഞ്ഞ ലൈഫ് എന്താണ്? സീരീസ് ഓഫ് എക്സ്പീരിയൻസസ് എന്നാണ് ചിന്മയാനന്ദ സ്വാമിജി പറയാം. എന്താണ് ലൈഫ്? സീരീസ് ഓഫ് എക്സ്പീരിയൻസസ്. എൻ്റെ മുമ്പിൽ വരുന്ന സിറ്റുവേഷനെ ഞാൻ എങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതം. ഇവിടെ ഞാൻ നല്ലൊരു ജീവിതമാണെന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് ആധികാരികമായിട്ട് എൻ്റെ മുമ്പിൽ വരുന്ന സിറ്റുവേഷൻസിനെ നേരിടണം. ഞാൻ പേടിച്ചോടുവാണെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനത്തെ ജീവിതമായിരിക്കും? അങ്ങനത്തെ ജീവിതമായിരിക്കും. മനസ്സിലാക്കി? കൗന്ദേയ മാത്രാ സ്പർശാസ്തു എന്നാ കൗന്ദേയ മാത്രാ സ്പർശാസ്തു കൗന്ദേയ. കൗന്ദേയ കൗന്ദേയ എന്ന് പറഞ്ഞാൽ കുന്തിയുടെ മോനെ. കുന്തിയുടെ മോനെ എന്താ വിളിക്കാൻ കാരണം? കാര്യം കുന്തി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയിട്ടില്ലടാ. നമ്മൾ ഇന്നത്തെ കാലത്ത് പറഞ്ഞ സിംഗിൾ പേരന്റ് ആയിരുന്നു. വെറും സിംഗിൾ പേരന്റ് അല്ല, 5 എണ്ണത്തിന് ഇത് കണക്കെ തന്നെ വളർത്തിയെടുത്തു.
വെറുതെ വളർത്തിയെടുത്തല്ല, ഏറ്റവും മികച്ചവരായിട്ട് വളർത്തിയെടുത്തൊരമ്മ കുന്തിദേവി. അതോ എത്രത്തോളം പ്രശ്നങ്ങളുടെ ഇടയിൽ നിന്ന് വളർത്തിയെടുത്തൊരമ്മ ചില്ലറക്കാരിയായിരുന്നു? ഇല്ല, ജീവിതത്തിൽ നിന്ന് ഓടിപ്പോയ ആളല്ല കുന്തിയുടെ മോനെ. കുന്തിക്ക് ചീത്തപ്പേര് വരുത്തരുതെന്ന് മനസ്സിലായില്ലേ? മാത്ര സ്പർശാസ്തു. മാത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങൾ, സ്പർശ വിഷയങ്ങൾ, അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വിഷയങ്ങളുമായുള്ള ചേർച്ച. അതാണ് ഇത്. ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം എന്നിവയെ ഉണ്ടാകും. എൻ്റെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളോട് ചേരുന്ന സമയത്ത് എനിക്ക് അനുകൂലത്തിൽ അത് എന്താണ്? സുഖമായിരിക്കും. പ്രതികൂലമാണെങ്കിൽ അത് ദുഃഖമായിരിക്കും. നമ്മുടെ എല്ലാം ജീവിതം എങ്ങനെയാണെന്ന് ഓർത്തോണേ. ഈ മാത്രാസ്പർശങ്ങളാണ്. ഓർത്തോണം, രസകരമായിട്ടുള്ളൊരു അനാലിസിസ് ആണ്. എന്താണത്? നമ്മുടെ ജീവിതം സീരീസ് ഓഫ് എക്സ്പീരിയൻസ് ആണല്ലോ. ഇന്ദ്രിയ വിഷയങ്ങളെ നമ്മൾ സ്പർശിക്കുന്നു. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ, കണ്ണ് രൂപത്തിനെ കാണുന്നു, ചെവി ശബ്ദത്തിനെ കേൾക്കുന്നു, അങ്ങനെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ സ്പർശിക്കുന്നു. മനസ്സപ്പം ചെയ്യും, അതിലേക്ക് ഒഴുകും. ഞാൻ നമ്മുടെ ഒരു എക്സ്പീരിയൻസിനെ പറ്റി, ജീവിതത്തിനെ പറ്റിയാണ് ഈ പറയുന്നത്. എൻ്റെ കണ്ണ് ഒരു കാര്യത്തിനെ കാണുന്ന സമയത്ത് എൻ്റെ മനസ്സ് ഈ കണ്ണിൽ കൂടെ അതിലേക്ക് ഒഴുകും. അങ്ങനെയാണല്ലോ. ഇത് സ്വസംസ്കാരവുമായി ചേർന്ന് ദേശകാലങ്ങളുടെ പട്ടികയിൽ ഉൾക്കൊള്ളും. എൻ്റെ നേരത്തെ ഞാൻ ക്രിയേറ്റ് ചെയ്ത സംസ്കാരവും പിന്നെയോ അപ്പോഴത്തെ ആ ദേശകാലത്തിൻ്റെ ഒരു അവസ്ഥയും കൂടെ വെച്ചിട്ട് എനിക്ക് അതിനനുസരിച്ചിട്ടുള്ള സുഖ ദുഃഖങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇല്ല. ഒന്നുകൂടെ വിശദീകരിക്കാവോ? വിശദീകരിക്കാം. ഞാനൊരു ഇന്ദ്രിയ വിഷയത്തിനെ കാണുന്നു, ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ ആ ഇന്ദ്രിയ വിഷയത്തിനെ തൊടുന്ന സമയത്ത് എൻ്റെ മനസ്സും അവിടെ വർക്ക് ചെയ്യും ഈ ഇന്ദ്രിയ വിഷയത്തിൽ കൂടെ. ഇപ്പം എന്ന് പറഞ്ഞൊരു പാട്ടാണ് കേൾക്കുന്നതെങ്കിൽ ഞാൻ എൻ്റെ കണ്ണുകൊണ്ടല്ല ഞാൻ ആ പാട്ടിനെ കേൾക്കുന്നത്, പിന്നെയോ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേൾക്കും. ചെവി കൊണ്ട് ഞാൻ കേൾക്കുന്നു എന്ന് പറഞ്ഞാലും അവിടെ എൻ്റെ മനസ്സ് ഇൻവോൾവ് ആണ്. ഓക്കെ. ഇനി ഈ പാട്ട് എപ്പോഴാണ് എനിക്കത് സുഖമാണോ ദുഃഖമായിട്ടോ വരുന്നത്? ഒന്ന് എൻ്റെ സംസ്കാരം അതിൻ്റെ അത് ഭാഗമാണ്. അതുമാത്രമല്ല അപ്പോഴത്തെ ആ ദേശകാല പരിസ്ഥിതിയും അതിന് ഭാഗമാണ്. എങ്ങനെ കാര്യം എന്ന് വെച്ചാല് ഭയങ്കര 10, 5000, 10000 വോട്ട്സ് സൗണ്ടില് റോക്ക് മ്യൂസിക് അല്ലെങ്കിൽ മെറ്റൽ ബാൻഡാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ ചെവിയും പൊത്തി അവിടുന്ന് ഓടും. അതെനിക്ക് ദുഃഖമായിരിക്കും. കാര്യം മെറ്റൽ ബാൻഡിനെ എൻജോയ് ചെയ്യാനുള്ള ഒരു സംസ്കാരം ആയിരിക്കും. എനിക്ക് മെറ്റൽ ഇഷ്ടമാണ്, ഓക്കെ, എങ്കിൽ കൂടെ മെറ്റൽ ബാൻഡിനെ എൻജോയ് ചെയ്യാനുള്ള ഒരു സംസ്കാരമല്ല എനിക്കുള്ളത് എങ്കിൽ അവിടെ ഇത്രയും സൗണ്ട്, ചെവിയെ പൊട്ടിക്കുന്ന സൗണ്ടാണ് എനിക്കുള്ളത് അവിടെ ഉള്ളത് എങ്കിൽ അതെനിക്ക് ദുഃഖത്തിനെ നൽകും. നേരെ മറിച്ച് ഇപ്പോഴത്തെ പിള്ളേരില്ലേ, ഇപ്പോഴത്തെ നമ്മൾ പറയുന്നത് ഫ്രീക്ക് പിള്ളേരെന്നെല്ലാം പറയത്തില്ലേ, അവന്മാരെയാണ് അവിടെ കൊണ്ട് നിർത്തുന്നതെങ്കിലോ ഇതേ കാര്യം, ഇതേ 10000 വാട്ട്സിന്റെ സൗണ്ട്, ഇതേ മെറ്റൽ ബാൻഡ് അവർക്ക് സുഖത്തിനെ നൽകും. അപ്പൊ ഈ ഒരു വിഷയമാണോ നമ്മുടെ സുഖ ദുഃഖത്തിന് കാരണം? അല്ല. സാധാരണ നമ്മൾ പറയുന്ന ഉദാഹരണമുണ്ട്, തണുത്ത വെള്ളം സുഖമാണോ ദുഃഖമാണോ? നമ്മൾ പറയുന്നത് ചില ആൾക്കാർ പറയും അവരുടെ സംസ്കാരം തണുത്ത വെള്ളം എനിക്ക് ഇഷ്ടമല്ല. കാര്യം അത് അവരുടെ സംസ്കാരം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയതുകൊണ്ടാണ്. നേരെ മറിച്ച് വളരെ ചൂടുള്ള ഒരു ദിവസം, അധികം തണുപ്പൊന്നും ഇല്ലാത്തെങ്കിലും അത്യാവശ്യം തണുപ്പുള്ള ഒരു വെള്ളത്തിൽ ഞാൻ കുളിക്കുന്നത് എന്ത് സുഖമുള്ള കാര്യമാണ്. നേരെ മറിച്ച് ഉത്തരകാശിയിലോ ഗംഗോത്രിയിലോ പോയിട്ട് വളരെ തണുപ്പുള്ള സമയത്ത് തണുപ്പുവെള്ളം കണ്ടാൽ നമ്മൾ ഓടും. ഇതിനകത്ത് വെള്ളം എന്ത് പിഴച്ചു? നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഇതിനോട്? ഒറ്റ കാര്യമുള്ളൂ, ഈ ശീത ഉഷ്ണ സുഖ ദുഃഖ മാന അപമാന ദ്വന്ദ്ങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ആഗമാവായന, അതായത് ഇത് വന്നും പോയി ഇരിക്കുന്നതാണ്. ഇന്ന് സുഖം നൽകിയ ഈ തണുപ്പ് വെള്ളം നാളെ ചിലപ്പോൾ എനിക്ക് ദുഃഖത്തിന് കാരണമാക്കാം, മറ്റന്നാൾ വീണ്ടും സുഖത്തിനെ ഇത് ചെയ്യാം. ഇത് വന്നും പോയിരിക്കുന്നതാണ്, സംയോഗ വിയോഗം ഉള്ളതാണിത്. മാത്രമല്ല അതുകൊണ്ട് തന്നെ ഇത് അനിത്യമാണ്, നിത്യമല്ല എന്ന് മനസ്സിലാക്കണം. എന്താ ഒന്നുകൂടെ പറഞ്ഞേ? എനിക്കിപ്പോ ഒരു ദുഃഖം വന്നു, അല്ലെങ്കിൽ ദുഃഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി.
നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? ഒരു പ്രാവശ്യം എന്തെങ്കിലും ഒരു ദുഃഖകരമായിട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ നമ്മൾ ജീവിതാവസാനം വരെ അതും പിടിച്ചോണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ വെച്ച് ഞാൻ ഇങ്ങനെയായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മുടെ മക്കള് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവരുടെ മക്കള് 10ാം ക്ലാസ് ആയാലും നമ്മൾ 10ാം ക്ലാസ്സിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കും. ആണോ അല്ലയോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷൻ എൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് അതെനിക്ക് സുഖമാകാൻ ചില കാരണങ്ങൾ ഇൻവോൾവ് ആയിട്ടുണ്ട്, ദുഃഖമാകാൻ ചില കാരണങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇത് വന്നും പോയും ഇരിക്കുന്നതുമാണ്, ഇത് അനിത്യവുമാണ്, നിത്യമല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഞാൻ അതിനെ നേരിടും. എനിക്ക് നേരിടാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നേരിടും. ചിലപ്പോൾ ഞാൻ നേരിടുന്ന കണക്ക് ആയിരിക്കത്തില്ല വേറൊരാൾ നേരിടുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ബെസ്റ്റായിട്ട് ഞാൻ നേരിടും. അതെനിക്ക് പറ്റുമോ? അത് പറ്റും. ഭാരത എന്നാ വിളിക്കുക അർജുനനെ. ഉണ്ണിയുടെ മോനെ കൗന്ദയ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, എന്താണ്? താൻ തിദിക്ഷസ്വ ഭാരത. അതുകൊണ്ട് നീ എന്ത് ചെയ്യാ? സഹിക്കൂ. എന്തിനെ? ഈ നിന്റെ മുമ്പിലേക്ക് വരുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ സുഖത്തിനെ നൽകും, ചിലപ്പോൾ ദുഃഖത്തിനെ നൽകും. ഇതിനെ നീ എന്ത് ചെയ്യൂ? സഹിക്കൂ. തിദിക്ഷയോടുകൂടി. ഇത് മറ്റേ ഈ അമ്മ മോളുടെ മോളെ വീട്ടിൽ അല്ലേ സഹിക്കും മോളെ, ഇത് നിന്റെ വിധിയാണ്, അങ്ങനത്തെ സംഭവം അല്ല. മനസ്സിലാക്കണേ, അങ്ങനല്ല ഇത്. പിന്നെന്താണ്? നമ്മുടെ മുമ്പിൽ എന്താണ് സിറ്റുവേഷൻ എന്ന് വെച്ചു, അല്ലെങ്കിൽ എന്താണ് ജീവിതം എന്ന് കാണിച്ചു. എന്താ ജീവിതം? സുഖ ദുഃഖ സമ്മിശ്രമാണ്. പല തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നതാണ് ജീവിതം. ആണല്ലോ? ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല. ഇത് വന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്നുള്ള അറിവിന്റെ പുറത്ത് ഇത് വന്നാലും പോയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ബോധ്യത്തില് ഞാൻ സഹിക്കും. നിങ്ങളെല്ലാവരും പറയാണ് സുധീർ ചെയ്തു ഞാൻ എത്ര മഹാനാണ്. വളരെ സന്തോഷം. നിങ്ങൾ അടുത്ത പ്രാവശ്യം പറഞ്ഞില്ലേ എനിക്ക് ദുഃഖമാകാൻ പാടില്ല. മനസ്സിലായില്ലേ? അതേപോലെ നിങ്ങൾ സുധീർ ചെയ്തതിനെ വളരെ പൊട്ടയാണ് എന്ന് പറഞ്ഞാലും എനിക്ക് ദുഃഖമാകാൻ പാടില്ല. കാര്യം എന്നാ? ഈ പ്രശംസയും അതേപോലെ നിന്നയും വന്നും പോയും ഇരിക്കുന്നതാണ് എന്നുള്ള ബോധ്യമുണ്ട് എങ്കിൽ നമുക്ക് ഇതിനെ രണ്ടിനെയും ഒരേപോലെ നോക്കിയതാണ്. തിദിക്ഷ. എന്താ തിദിക്ഷ? ശങ്കരാചാര്യ സ്വാമികൾ പറയും, സഹനം സർവദുഃഖാനാം അപ്രതീകാരപൂർവകം ചിന്ത വിലാപരഹിതം സാതിദീക്ഷ. അതാണ് സഹനം സർവദുഃഖാനാം. എല്ലാ ദുഃഖങ്ങളെയും സഹിക്കുക. എങ്ങനെ സഹിക്കുകയാണ്? അപ്രതീകാരപൂർവകം. നമ്മൾ സഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ? നമുക്ക് തിരിച്ചു ചെയ്യാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനല്ല, എൻ്റെ മനസ്സിൽ ഇത് വന്നു പോയിരിക്കുന്നതില്, അല്ലാതെ എനിക്കൊരു അവസരം കിട്ടുന്നതിന് അടറം കൊടുക്കും എന്നുള്ള ലൈനിലല്ല. പിന്നെയോ ഏറ്റവും സ്ട്രെങ്തോടുകൂടി ഞാൻ എന്നെ സഹിക്കും. അപ്രതീകാരപൂർവം. ചിന്താ വിലാപരേത്. ഇതിനെപ്പറ്റി വീണ്ടും വീണ്ടും ചിന്തകളില്ല. അതേപോലെ വിലാപം കരഞ്ഞോണ്ടിരിക്കത്തില്ല. എനിക്ക് അങ്ങനെ പറ്റില്ല അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കത്തില്ല. പിന്നെയോ ഞാന് എല്ലാത്തിനെയും സഹിക്കുന്നത്. ഹർഷ വിഷാദ ത്യാഗ കർത്തവ്യം എന്നാണ് പറയാ. അത് സന്തോഷമായിക്കോട്ടെ, ഞാൻ ഓവർ എക്സൈറ്റഡ് ആവില്ല. ദുഃഖമായിക്കോട്ടെ, ഞാൻ ഡിപ്രസ്ഡ് ആവില്ല. ഞാൻ ഒരേപോലെ. കാര്യം എന്നാ? ഈ അറിവിന്റെ ബലം എനിക്കുണ്ട്. എന്താ അറിവിന്റെ ബലം? ഇത് വന്നും പോയിരിക്കുന്നതാണ്. ഇത് വന്നും പോയിരിക്കുന്നതാണ്. ഒരു കയറ്റത്തിന് ഒരു ഇറക്കമുണ്ട്, ഒരു ഇറക്കത്തിന് ഒരു കയറ്റമുണ്ട്. പിന്നെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഏറ്റവും കൃത്യമായിട്ട് ഇടപെടും, ഏറ്റവും വൃത്തിയായിട്ട് തന്നെ നേരിടും. അത് പറ്റില്ലേ? ചില ആൾക്കാർക്ക് ഇതിനുള്ള സ്ട്രെങ്ത് ഇല്ലാഞ്ഞിട്ട് അതിനെ പേടിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നതാണ്. തിദിക്ഷ സുഖത്തിലും വേണം ദുഃഖത്തിലും വേണേ. സാധാരണ തിദിക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്തെങ്കിലും ദുഃഖം വന്നാൽ സഹിക്കണം എന്ന്. അല്ല, സുഖത്തിനെയും സഹിക്കണം. ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആകാതെ നമ്മൾ അതിനെ കൃത്യമായിട്ട് നിൽക്കണം. ഇതാണ് ഏറ്റവും മികച്ച ലൈഫ് മാനേജ്മെന്റ് എന്നെല്ലാം പറയുന്ന കാര്യം. എന്നെ സുഖിച്ച് മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ പ്രിയദർശനും മോഹൻലാലും കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പ്രിയദർശൻ മോഹൻലാലിനെ പറ്റി ഞാൻ വളരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഒരു കാര്യം. മോഹൻലാലിന്റെ ഒരു സിനിമ 8 നില പൊട്ടിയാലും അദ്ദേഹം ഒരേപോലെയാണ്, ഒരു പ്രശ്നമില്ല. അതേപോലെ ഒരു സിനിമ ഏറ്റവും വലിയ ഹിറ്റ് അടിച്ചാലും ഇയാൾ അതേപോലെ തന്നെയാണ്.
പ്രിയദർശൻ മോഹൻലാലിനെ പറ്റി പറഞ്ഞ നമ്മളൊന്നും അങ്ങനല്ലേ എന്ന് പ്രിയദർശൻ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. മലയാള സിനിമയിൽ ഏറ്റവും വിജയം നേടിയേക്കുന്ന ഒരു നായകനാണ്, നായക നടനാണ് മോഹൻലാൽ. ഏറ്റവും വലിയ വിജയങ്ങളും കണ്ടിട്ടുണ്ട്, വലിയ പരാജയങ്ങളും കണ്ടിട്ടുണ്ട്. രണ്ടും ഒരേപോലെ. കാര്യം എന്നാ, ചെയ്തു, ഒരു കർമ്മം ചെയ്തു, അതിന് ഒരു റിസൾട്ട് ഉണ്ടാവും. ആ റിസൾട്ടിൽ പിന്നെ ഞാൻ കരഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതിനെ നേരിടേണ്ട രീതിയിൽ നേരിടുക. ഇത് വന്നും പോയും ഇരിക്കുന്നതാണ്. വന്നും പോയിരിക്കുന്ന കാര്യങ്ങൾ അനിത്യമാണ് എന്ന് ബോധ്യം ഉണ്ടെങ്കിൽ, ആ ഒരു അറിവുണ്ട് എങ്കിൽ ഞാൻ പിന്നെ ദുഃഖിക്കില്ല. പോയിന്റ് അതാണേ. ഈ ലോകത്ത് ഞാൻ എങ്ങനെ ജീവിക്കണം? ഈ കാണുന്ന എക്സ്പീരിയൻസ് എല്ലാം ഈ ജീവിതം തന്നെ വന്നും പോയിരിക്കുന്നതാണ്. അത് നിത്യമല്ല എന്നും ബോധ്യപ്പെട്ടിട്ട് ഏറ്റവും ഫുള്ളായിട്ട് ജീവിക്കുക. എന്ത് തന്നെ വന്നാലും സന്തോഷത്തോടുകൂടി നേരിടുക, ചിരിച്ചോണ്ട് തിദിക്ഷയോട്. എങ്ങനെ തിദിക്ഷ പരിശീലിക്കാം? ഇതും കൂടെ പറഞ്ഞിട്ട് നമ്മൾ നിർത്തും. എങ്ങനെ തിദിക്ഷ പരിശീലിക്കാം? ഒന്ന്, ഈ ബുദ്ധി ഉണ്ടാക്കിയെടുക്കുക. ഏത് ബുദ്ധി? വന്നും പോയും ഇരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. സുഖദുഃഖ, മാന അപമാന, നിന്ദ, സ്തുതി ഇത്യാദി കാര്യങ്ങളൊക്കെ, ഈ ലോകത്തിലെ എക്സ്പീരിയൻസ് ഒക്കെ വന്നും പോയി ഇരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഈ ബുദ്ധി ഉണ്ടാക്കി കഴിഞ്ഞാൽ തിദിക്ഷ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എളുപ്പത്തിൽ വരത്തില്ല ഈ കാര്യം. നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, പെട്ടെന്ന് എക്സൈറ്റഡ് ആവും. രണ്ടാമത്തത്, ഇത് കുറച്ചും കൂടെ ചിലപ്പോൾ എളുപ്പമായിരിക്കും. എന്താണ്? ഷിഫ്റ്റ് ദി അറ്റൻഷൻ. വലിയ സുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ ഈശ്വരന്റെ പ്രസാദം കൊണ്ടാണ് അത് കിട്ടിയതെന്നും, ദുഃഖം ഉണ്ടാകുമ്പോൾ ഈശ്വരൻ എനിക്ക് നൽകുന്ന പാഠമാണിത് എന്നും ഞാൻ എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കും. എന്നോടെ പറയൂ. വലിയൊരു സുഖം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഉണ്ടാക്കിയതാണിത് എന്ന് പറയാതെ ഈശ്വരൻ എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ്. അതേപോലെ ദുഃഖം ഉണ്ടായിക്കഴിഞ്ഞാലോ എന്നെ കൊണ്ട് കൊള്ളിക്കത്തില്ല എന്നുള്ളതല്ല. അത് പിന്നെന്താണ്? എന്നെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എനിക്ക് നൽകിയ ഒരു പരീക്ഷണമാണ്, എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് നൽകിയതാണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം നൽകിയതാണ് എന്ന് മനസ്സിലാക്കും. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ സുഖത്തിലിരിക്കുന്ന സമയത്തെ, സന്തോഷത്തോടുകൂടി പോകുന്ന സമയത്ത് നമ്മൾ ഈ തിദിക്ഷയെ കൃത്യമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ ദുഃഖത്തിൽ ചിലപ്പോൾ പൊട്ടിപ്പോകത്തില്ല. നമ്മളത് തീർച്ചയായിട്ടും പരിശീലിക്കണം എന്നാണ്. മറ്റേ വളരെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഒരു കഥ കേട്ടിട്ടില്ലേ? ഈവൻ ദിസ് വിൽ പാസ് അവേ. പല ആൾക്കാരുടെ പേരിലുള്ള കഥകളുണ്ട്. ഒന്ന് അക്ബറിന്റെയും ബീർബലിന്റെയും കഥയുണ്ട്. ബീർബലിന്റെ അല്ല, ആൾക്കാരുടെ അക്ബർ ഒരു മത്സരം വെച്ചു എന്നാണ്. എന്താണ്? ഞാൻ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ഒരു ചിത്രം കാണുമ്പോൾ എനിക്ക് ദുഃഖം ഉണ്ടാവണം, ദുഃഖത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് ഒരു ചിത്രം അതേ ചിത്രം കാണുമ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവണം. അങ്ങനത്തെ ഒരു ചിത്രം വരയ്ക്കാവൂ. പല ആൾക്കാർ വരച്ചിട്ട് നടക്കാഞ്ഞിട്ട് ബീർബൽ വരച്ചു എന്നാണ്. ഏതൊരു താമര എങ്ങാണ്ട് വരച്ചിട്ട് അതിൻ്റെ അത് ഇങ്ങനെ എഴുതി വെച്ചു, ഇതും കടന്നു പോകും. ഇവൻ ദിസ് വിൽ പാസ് അവേ. റിമെമ്പർ, ഇവൻ ദിസ് വിൽ പാസ് അവേ. അപ്പൊ അക്ബർ സന്തോഷത്തോടുകൂടി വന്ന് അതിലോട്ട് നോക്കുമ്പോഴോ ശരിയാണ്, ഈ സന്തോഷ അവസ്ഥയും കടന്നു പോകാം, ദുഃഖമാണ്. ഇനി ദുഃഖത്തോടുകൂടി പോകുന്ന സമയത്താണെങ്കിലോ ഈ ദുഃഖത്തിന്റെ അവസ്ഥയും ഇല്ലാതെയാവും, സന്തോഷമാണ്. പക്ഷെ അങ്ങനല്ല നമ്മൾ ഇതിനെ നോക്കി കാണാൻ. എന്താണ്? നമ്മൾ ആ സന്തോഷത്തിന്റെയും ദുഃഖത്തിനും അതീതമായിട്ട്. കാര്യം എന്താ? ഈ സന്തോഷത്തിനുള്ള സിറ്റുവേഷൻസും നമ്മുടെ ജീവിതത്തിൽ വരാം, ദുഃഖത്തിനുള്ള സിറ്റുവേഷൻസും നമ്മുടെ ജീവിതത്തിൽ വരാം. ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ എനിക്ക് വട്ടില്ല എന്ന് ഏതൊരു സിനിമയിൽ പറയത്തില്ലേ? അതേപോലെ അയ്യോ ഞാൻ ഞെട്ടിപ്പോയി സ്വാമി എന്ന് ചില ആൾക്കാരൊക്കെ നമ്മളൊക്കെ പറയാറുണ്ട്. ഞാനും ഇടയ്ക്ക് പറയും ചില ആൾക്കാർ, കാരണം ചില സമയത്ത് നമ്മൾ ഞെട്ടിച്ചളയും. എന്താ അങ്ങനെ ഞെട്ടാൻ? കാര്യം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരും. അപ്പൊ നമ്മൾ പറയണം എന്താണ്? ഇടയ്ക്കിടയ്ക്ക് ഞെട്ടാൻ എനിക്ക് വട്ടില്ല എന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ സമയത്തും എന്ന് പറഞ്ഞ് ഞെട്ടാൻ തുടങ്ങി കഴിഞ്ഞാലോ അതെന്തോ പ്രശ്നമുണ്ട്. നമ്മൾ ഇതിനെ പ്രതീക്ഷിക്കണം. ഇപ്പൊ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ, ബാറ്റ്സ്മാൻ അയാൾ ചിലപ്പം അവൻ സ്ലോ ബോൾ ആയിരിക്കും എറിയുന്നത്, ചിലപ്പോൾ എന്താണ് യോർക്കർ ആയിരിക്കും എഴുതുന്നത്, ചിലപ്പോൾ എന്താണ് ഔട്ട് സിംഗറോ ഇൻ സിംഗറോ എന്ത് വേണമെങ്കിലും പ്രതീക്ഷിക്കാം. ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഈ സമയത്ത് അയാൾ എനിക്ക് എന്താണ് യോർക്കർ എറിയും ഞാൻ പ്രതീക്ഷിച്ചു. കാര്യം ഫീൽഡ് പ്ലേസിങ് അങ്ങനൊന്നും അല്ലായിരുന്നു. എന്നിട്ട് അവൻ എനിക്ക് ഇല്ല, ചിലപ്പോൾ ഫീൽഡ് പ്ലേസിങ് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടായിരിക്കും. എന്നിട്ട് അയാൾ എന്താ മനഃപൂർവ്വം യോർക്കർ എറിഞ്ഞാൽ അതിൽ നമ്മൾ ഞെട്ടാൻ പാടില്ല.
നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ഇരിക്കണമെങ്കിൽ ഒരു മന്ത്രം പഠിക്കുകയാണെങ്കിൽ ഈ മന്ത്രം ഗംഭീരമാണ്. ഏതാണ്? ഇവൻ റിമെമ്പർ ഇവൻ ദിസ് വിൽ പാസ്. ഇതിനെ ഫുള്ളസ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കുകയാണെങ്കിൽ, പകർത്തുകയാണെങ്കിൽ, അനുഭവിക്കുകയാണെങ്കിൽ സന്തോഷത്തിൽ എല്ലാവർക്കും ഗുരുദേവന്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹം ഉണ്ടാകട്ടെ. എന്തിന്? എന്ത് തന്നെ വന്നാലും, സന്തോഷമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ വന്നാലും ഒരേപോലെ അതിനെ നോക്കിക്കണ്ട് നിൽക്കാം. അതിനെ ഇനിയും ഈ തിദിക്ഷ ഉണ്ടായാൽ അതിന്റെ ഫലം എന്താണ്? അത് മോക്ഷമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണും. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യും. സ്വാമിജി, സ്വാമിജി തിദിക്ഷ പറയുമ്പോഴേ ഹർഷ വിഷാദം അങ്ങനെ എന്തോ പറഞ്ഞില്ലേ? ബേസിക്കലി എന്താ, ഇതെല്ലാം നമ്മുടെ പേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സുകളാണ്. അതായത് മാനം, അപമാനം, നിന്ദ, സ്തുതി, ഹർഷം, വിഷാദം, അങ്ങനെ എന്തൊക്കെ ഓപ്പോസിറ്റ്സ് പിടിക്കാവോ അതൊക്കെ നമ്മൾ ഒരേപോലെ നോക്കിക്കാണൂ എന്നുള്ളതാണ് താല്പര്യം. അതെന്താണെങ്കിലും എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ എന്താ വിജയം, പരാജയം. അപ്പം ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഈ സുഖദുഃഖങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സുഖം ദുഃഖമായിട്ട് തന്നെ ഇരിക്കും. എന്താന്ന് തോന്നുന്നത് പറഞ്ഞേ, അതായത് ഈ സുഖവും ദുഃഖവും എന്ന് പറയുന്നത് അത് എപ്പോഴും സുഖവും ദുഃഖമായിട്ടിരിക്കും. അത് നിയതദ്വന്ദ്വം എന്നാണ് ആചാര്യന്മാർ പറയുക. നിയതദ്വന്ദ്വം എന്ന് പറയും. അതായത് സുഖം എപ്പോഴും സുഖവും ദുഃഖം എപ്പോഴും ദുഃഖവുമാണ്. പക്ഷേ ഈ സുഖവും ദുഃഖവും നിത്യമല്ല എന്ന് ഓർക്കണം. അതുമാത്രമല്ല ശീത ഉഷ്ണം അത് അനിയത ദ്വന്ദ്വമാണ്. അത് മാറി മാറി വരാം. കാര്യം ചില സമയത്ത് ശീതം സുഖമായിട്ടും ചില സമയത്ത് ശീതം ദുഃഖമായിട്ടും വരാം. മനസ്സിലായില്ലേ? അങ്ങനെ വരാം. അതുകൊണ്ടാണ് അതിനെ അനിയത ദ്വന്ദ്വം എന്നെല്ലാം പറയാം. ഓക്കെ, ഞാൻ അങ്ങനെ ടെക്നിക്കലി പോകുന്നില്ല അതിലേക്ക്. പക്ഷേ നമ്മൾ എന്താ ഓർക്കേണ്ടത്, ഈ പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ്സുകൾ നമ്മുടെ മുമ്പിൽ വരാം. അത് ദുഃഖത്തിനെയും സുഖത്തിനെയും കാരണമാകാം. നമ്മൾ പോകേണ്ട എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഈ ദുഃഖത്തിനും സുഖത്തിനും മേളിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിന് ബിയോണ്ടാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ആരെങ്കിലും ഒരാൾ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ദുഃഖമായിരിക്കും ഉണ്ടാക്കുക. അല്ലെങ്കിലോ ഇവൻ ചീത്ത പറയുന്നത് എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ്റെ ജോലി പോകാൻ സാധ്യതയുണ്ട്. അവൻ്റെ പണി എങ്ങനെങ്കിലും കളയണം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണെങ്കിൽ അവനെ കൊണ്ട് ചീത്ത പറയിക്കാൻ വേണ്ടി ഞാൻ എൻ്റെതായിട്ടുള്ള ചെസ് കളി കളിച്ചിട്ടാണ് അവൻ ചീത്ത പറഞ്ഞെങ്കിൽ ആ ചീത്ത പറച്ചിൽ തന്നെ എനിക്ക് സുഖമായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ വിചാരിച്ച ട്രാപ്പിൽ അവൻ വീണു എന്ന് വെച്ചിട്ട്. മനസ്സിലായില്ലേ? ഇതിനല്ല, ഇതൊരു ലെവലാണ്. ഇതിൻ്റെ മേളിൽ ചീത്ത പറഞ്ഞോട്ടെ, ചീത്ത പറയാതിരുന്നോട്ടെ, പുകഴ്ത്തിക്കോട്ടെ, എന്ത് തന്നെയാണെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നൊരവസ്ഥയുണ്ടല്ലോ. ഇതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതുകൊണ്ടാണ് ലോകം എന്ത് സിറ്റുവേഷനെ നമ്മുടെ മുമ്പിലേക്ക് വെച്ചാലും അതിനെ സന്തോഷത്തോടു കൂടി നേരിടണം എന്ന് പറയാം. അങ്ങനെ ആണെങ്കിൽ സന്തോഷത്തോടു എന്ന് പറഞ്ഞാൽ എന്താണ്, ഇളകാത്ത രീതിയിൽ എന്നാണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്താണ്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമല്ല, പിന്നെന്താണ്, ആ ഒരു തൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി നേരിടണം എന്ത് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്നാലും. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.